നവാസിന് സംഭവിച്ച രീതി വെച്ചാൽ ആദ്യം നെഞ്ചുവേദന ഉണ്ടായി. അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനുശേഷം ആണ് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകുന്ന സിറ്റുവേഷൻ. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ആദ്യത്തെ 2 മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോ വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ്, അതായത് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ചെയ്യാനാണ് ശ്രമിക്കുക. ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആൾക്ക് പൾസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ട സംഗതികൾ. അപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻ്റ് താഴെ വീണ് കിടക്കുകയാണെങ്കിൽ അയാളെ എഴുന്നേപ്പിച്ചിരുത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ശ്വാസമുട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ശ്രമിക്കരുത്. ആളെ കിടത്തി തന്നെ കൊണ്ടാവുള്ളൂ. പൾസ് ഇല്ല എങ്കിൽ കാർഡിയക് മസാജ് ഉടനെ തന്നെ തുടങ്ങണം. പല സമയത്ത് ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് വേണം എന്നില്ല ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകാൻ. അപ്പോൾ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും രണ്ടാണ്. പിന്നെ പലർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് വെച്ചുകൊണ്ട് രോഗമില്ല എന്നതിനർത്ഥമില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ECGയോ അതുപോലെയുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഹൃദ്രോഗം പല സമയത്തും ഒരു സൈലൻ്റ് ആണ്. പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നില്ല. ഡോക്ടർ, ഇപ്പോൾ കലാഭവൻ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആളുകളിൽ കുറച്ച് സംശയങ്ങളുണ്ട്. ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ അതിലാദ്യം ചില വാർത്തകളിൽ കാണുന്നത് അദ്ദേഹത്തിന് ഈ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് കാണിക്കാമെന്ന് മാറ്റിവെച്ച് പിന്നീടാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമുക്കൊരു വേദന വരുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്ദർഭങ്ങളിലൊക്കെ? ഈ നെഞ്ചിലൊരു വിമിഷം പോലെ വരുന്ന ആണ് ഹൃദയാഘാതത്തിൻ്റെ ആദ്യത്തെ രോഗലക്ഷണമായിട്ട് വരുന്നത്. പക്ഷേ പല സമയത്തും ഇതിനു മുമ്പ് ഒരിക്കലും വേദന അനുഭവിക്കാത്ത ആളുകൾ എപ്പോഴും വിചാരിക്കുന്നത് അത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ മസിൽ പെയിൻ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയുടെ നടുക്കാണെങ്കിൽ അത് പിന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രിയിലാണെങ്കിൽ നേരം വെളുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പല സമയത്തും നെഞ്ചിലെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വിഷമം നെഞ്ചിൻ്റെ നടുക്ക് ഒരു ഭാരം പോലെ ഒരു അല്ലെങ്കിൽ ഒരു വിമിഷ്ടമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് പലപ്പോഴും സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്. ഗ്യാസിൻ്റെ മരുന്നെടുത്ത് കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് നോക്കുക. ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ കുറവില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വൈദ്യസഹായം തേടണം. പ്രത്യേകിച്ച് ഉടനെ തന്നെ ഒരു ECG എടുക്കണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന രോഗികളിൽ ഏകദേശം 50% പേര് മരിക്കുന്ന ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ നെഞ്ചിലെ വിമിഷ്ടത്തിൻ്റെ കൂടെ തലകറക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ അസാധാരണമായിട്ട് വിയർക്കുക, അസാധാരണമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുക, ശ്വാസം മുട്ട് അനുഭവപ്പെടുക, ചെറിയ ബോധക്ഷയം പോലെ തോന്നുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സൗകര്യങ്ങളുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയി ECG എടുത്ത് ചില സമയത്ത് അങ്ങനെ ഒരു സംശയം ഡോക്ടർക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂർ നിരീക്ഷണത്തിന് പേഷ്യൻസിനെ വയ്ക്കാറുണ്ട്. പിന്നെ ട്രോപ്പണിനുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചിലപ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഹാർട്ടിൻ്റെ പ്രശ്നമാണോ എന്ന് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് ആദ്യത്തെ ECGക്കകത്ത് കുഴപ്പമില്ലെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ പല സമയത്ത് ഒരു വളരെ മേജറായിട്ടുള്ളൊരു അറ്റാക്ക് വേണം എന്നില്ല ഒരു ഹൃദയസ്തംഭനം ഉണ്ടാകാൻ. അപ്പോൾ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടും രണ്ടാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ടിൻ്റെ ധമനികളിലേക്ക് ഉണ്ടാകുന്ന രക്തത്തിലുള്ള ബ്ലോക്ക് കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം ഈ ഹാർട്ട് നിന്ന് പോകുന്നതാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. കാർഡിയക് അറസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ രോഗിയെ നഷ്ടപ്പെടും. ഉദാഹരണമായിട്ട് ഹൃദയം നിന്ന് പോയി കഴിഞ്ഞ് നമ്മുടെ മുൻപിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അയാൾക്ക് പൾസ് ഉണ്ടോ, അയാൾക്ക് ശ്വാസം നിലച്ചു പോയിട്ടുണ്ടോ, അയാൾക്ക് ബോധമുണ്ടോ എന്ന് കണ്ടുപിടിച്ച ശേഷം പൾസ് ഇല്ല എങ്കിൽ കാർഡിയക് മസാജ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 4 മിനിറ്റ് കൂടുതൽ സർക്കുലേഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ആളെ നമ്മൾ തിരിച്ചായിട്ട് കിട്ടിയാൽ പോലും ആൾക്ക് തലച്ചോറിന് ഡാമേജ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള കാർഡിയക് മസാജ്, ഇപ്പോൾ ഒരാൾ താഴെ വീണ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കാർഡിയക് മസാജ് തുടങ്ങുക. അപ്പോൾ വളരെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗികളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീടുകളിൽ കുഴഞ്ഞു വീണിട്ട് വീട്ടുകാർ കാർഡിയക് മസാജ് കൊടുത്ത് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയ അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്
അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ പലർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് വെച്ചുകൊണ്ട് രോഗമില്ല എന്നതിനർത്ഥമില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ECGയോ അതുപോലെയുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഹൃദ്രോഗം പല സമയത്തും ഒരു സൈലൻ്റ് ആണ്, പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നില്ല. അത് കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഹൃദയാഘാതമാണെന്ന് പറയുന്നുണ്ട്. ഉണ്ട്. ആദ്യം അദ്ദേഹത്തിന് ഒരു വേദന വന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. യെസ്, അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? വേദന വന്ന് കുറെ സമയം അങ്ങനെ വരാം. ഈ ഹൃദയാഘാതം വരുമ്പോൾ ഹൃദയത്തിൻ്റെ ധമനികളിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗം നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് 3 രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് നടക്കുന്ന സമയത്ത് ചെറിയ വിമിഷ്ടം പോലെ വിഷമം വരും, വെറുതെ ഇരിക്കുമ്പോൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയാസം ചെയ്യുമ്പോൾ വരും, അല്ലാത്ത സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി, മൈൽഡ് കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി പേഷ്യൻസ് ആണ് ഹാർട്ട് അറ്റാക്ക്, തീവ്രമായിട്ടുള്ള നെഞ്ചുവേദന വരും, ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, അങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി പേഷ്യൻസ് ആണ് ഈ രക്തക്കൊള്ള അടഞ്ഞു പോയി ഹാർട്ട് അറ്റാക്ക് വരുന്ന ആ പോയിന്റിൽ തന്നെ അവർ ഹാർട്ട് നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസാണ് രാത്രിയിൽ ഉറക്കത്തിൽ മരിച്ചു കിടക്കുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല വീഡിയോസും നമുക്കറിയാവുന്ന ഒരുപാട് വ്യക്തികൾക്ക് സംഭവിച്ചിട്ടില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൾക്ക് നമുക്ക് നവാസിന് സംഭവിച്ച രീതി വെച്ചാൽ ആദ്യമേ നെഞ്ചുവേദന ഉണ്ടായി, അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനുശേഷം ആണ് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകുന്ന സിറ്റുവേഷൻ. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ആദ്യത്തെ 2 മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോ വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ്, അതായത് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ചെയ്യാനാണ് ശ്രമിക്കുക. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ വന്ന പേഷ്യൻസ് ഞങ്ങൾ കാത്ത് ലാബിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കാർഡിയക് അറസ്റ്റ് വന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം. പല സമയത്തും പണ്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്ന രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ സ്പീഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രം പോരാ, അത് സ്പീഡിൽ തന്നെ കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എത്രയും പെട്ടെന്ന് അത് മൂവ് ചെയ്യാനുള്ള സംഗതികൾ ചെയ്യാൻ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാന സംഗതിയാണ്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ ചിലപ്പോൾ എല്ലാ നെഞ്ചുവേദനയും, ചിലപ്പോൾ ആളുകൾ പറയും അയ്യോ നെഞ്ചിരിച്ചലാണ് എന്നൊക്കെ പറയും. എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല. ഹൃദ്രോഗികളിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദനയിൽ ഒരു 90% ഹൃദ്രോഗം മൂലമല്ല. പക്ഷേ ചില ഒരു റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, അതായത് വാർണിംഗ് കിട്ടുന്ന സൈൻസ് ഉണ്ട്. അതായത് ഒരു വിമിഷ്ടം പോലെ വന്നു, പക്ഷേ വിമിഷ്ടം മാറാണ്ട് നിൽക്കുകയാണ്. വെള്ളം കുടിച്ച് നോക്കി, ഗ്യാസ് കുടിച്ച് നോക്കി, നടന്നു നോക്കി, മാറുന്നില്ല, അല്ലെങ്കിൽ കൂടെ വേർക്കുന്നുണ്ട്, ചെറിയ ബോധക്ഷയം പോലെ അല്ലെങ്കിൽ തലകറക്കം പോലെ തോന്നുന്നുണ്ട്, ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ടൈം ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സമയം, രോഗലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ സമയം ഈ ഹൃദ്രോഗ ചികിത്സയിൽ, ഹൃദയാഘാത ചികിത്സയിൽ, ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അത് താമസിപ്പിക്കരുത് എന്നുള്ള പ്രധാനം. ചില സന്ദർഭങ്ങളിൽ പറയാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിൽ, ഉദാഹരണത്തിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ബസ്സിൻ്റെ സമയത്ത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ അദ്ദേഹത്തെ അറിയാവുന്ന, കലാഭവൻ നവാസിനെ അറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ദുശീലവും ഇല്ലാത്ത ഒരാളാണ്, ഒരു പുകവലിയോ മദ്യപാനോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചില രോഗികളുടെ കാര്യത്തിൽ പല രോഗികളുടെയും കാര്യത്തിൽ ഇവർക്ക് എന്തുകൊണ്ട് ഹൃദ്രോഗം ഉണ്ടായി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. എനിക്ക് എന്തുകൊണ്ട് വന്നു ഡോക്ടർ എന്നുള്ളത്. 90% പേഷ്യൻസിന് നമുക്ക് ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 10% പേഷ്യൻസിന് നമുക്കൊരു റീസൺ കിട്ടില്ല. കാരണം ഒന്നുകിൽ അത് ജനറ്റിക്കായിട്ട് വരാം, പിന്നെ കൂടുതലായിട്ടുള്ള ടെൻഷൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ വരാം, പിന്നെ എന്തെങ്കിലും വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ വരാം, പിന്നെ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ സിംറ്റം ഉണ്ടാകില്ല. ചിലപ്പോൾ 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ സ്പീഡിൽ നടക്കുമ്പോഴാണ് ഈ നെഞ്ചിൽ വിമിഷ്ടം വരുന്നുണ്ടെങ്കിൽ, അത്രയും എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണം ഉണ്ടാവണമെന്നില്ല. പല സമയത്ത് ഇങ്ങനെയുള്ളവരിൽ ഇത് കണ്ടുപിടിക്കുന്ന ഒത്തിരി താമസിച്ചായിരിക്കും, ഒത്തിരി ഡിലേ ആയി, താമസിച്ചു പോകും അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഒരു ഇന്നത്തെ പ്രധാനപ്പെട്ട കാരണം പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമല്ല, അന്തരീക്ഷ മലിനീകരണം ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള താമസിക്കുന്നവർക്ക്, പുക നിറഞ്ഞ ഏരൂര് അങ്ങനെയുള്ള മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം ഉള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ഇത് വളരെ കൂടുതലാണ്. പിന്നെ ആഹാരത്തിൽ കിട്ടുന്ന പൊല്യൂഷനുണ്ട്. ഇതിനകത്ത് വരുന്ന സാധാരണ നമ്മളിന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ഷവർമയൊക്കെ കഴിച്ച ആളുകൾ കുഴഞ്ഞു വീണ്ടും മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ വരുന്ന
ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഷവർമയും ഹാർട്ട് അറ്റാക്കിന് കാരണമാവും. ഷവർമ അല്ല, അത് ഫുഡ് പോയ്സണിങ് വന്നിട്ട് അതിനൊരു തീവ്രമായിട്ടുള്ളൊരു ഫുഡ് പോയ്സണിങ് വന്നിട്ടാണ് 1-2 പേര് അല്ല മരിക്കാനിടയായത്. കാരണം ഈ ഫുഡിനകത്ത് വരുന്ന പൊള്യൂഷൻ, എയറിനകത്ത് വരുന്ന പൊള്യൂഷൻ, പിന്നെ മാനസികമായിട്ടുള്ള പെരുമാറുക, ഇങ്ങനത്തെ ഫുഡ് പൊള്യൂഷൻ, മൈൻഡ് പൊള്യൂഷൻ, എയർ പൊള്യൂഷൻ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള പൊള്യൂഷനൊന്നും നമ്മൾ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയാണ്. അതുപോലെ ഏജ്, അദ്ദേഹം വളരെ അങ്ങനെ ഒരു Yes. ഏജിന്റെ കാര്യത്തിൽ ആളുകൾ പറയും Yes. അയ്യോ ഇത്ര ചെറിയ ഏജിലൊക്കെ ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നുള്ളത്. ചെറിയ ഏജ് പണ്ട് ഇപ്പോൾ അത് ഒരു പ്രായമായവരിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് പറയുമെങ്കിൽ തന്നെ ചെറുപ്പക്കാരിൽ നമ്മൾ വളരെയധികം കാണുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരിൽ എത്ര പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഓവറായിട്ടുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടാണ്. ഒരു എക്സസൈസും ചെയ്യാതിരിക്കുന്നവർ പെട്ടെന്ന് അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്ന സംഗതികളാണ്. പിന്നെ ഈ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റ് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറ്റുന്നിടത്തോളം അങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കരുത് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമുള്ള സംഗതികൾ. ഈ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും പ്രോട്ടീൻ പൗഡർ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം നമുക്ക് സാധാരണ നമ്മുടെ ആഹാരത്തിൽ തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീനും ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും എല്ലാം നമുക്ക് കിട്ടാനുള്ള സംഗതികളുണ്ട്. അപ്പോൾ ഈ വില കൂടിയ പ്രോട്ടീൻ പൗഡറുകൾ പല പ്രോട്ടീൻ പൗഡറിനകത്തും കറക്റ്റ് ആവണമെന്നില്ല. പ്രോട്ടീൻ പൗഡർ അതിനെക്കുറിച്ചുള്ളവർക്ക് എന്നോട് വിരോധം തോന്നിയേക്കാം. പക്ഷേ അതിനോടുള്ള അതിനകത്ത് പലപ്പോഴും ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് കാരണം പ്രോട്ടീൻ പൗഡർ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ കണ്ടമാനം വീർക്കുകയും കണ്ടമാനം മസിൽസ് വരികയൊക്കെ ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള സംഗതി അല്ല. അത് അസ്വാഭാവികമായിട്ടുള്ള ഒരു മസിൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ വലിയ മസിൽസ് ജിമ്മിലൊക്കെ പോയി കണ്ടമാനം മസിൽസൊക്കെ ഉള്ളവർ, അപ്പോൾ അവരുടെയൊക്കെ അങ്ങനെ ഈ സുമോ റെസ്ലേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ആയുസ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഹൃദ്രോഗം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വളരെ കൂടുതലുമാണ്. ക്യാൻസർ ഇങ്ങനെയുള്ള വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിലുള്ള എല്ലാത്തിനും ഒരു മിഡിൽ പാത്ത്, ഒരു മിതമായിട്ടുള്ള രീതിയിൽ എല്ലാം ചെയ്ത് എന്നാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇപ്പൊ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ അതിന്റെ ഹോട്ടൽ ഉടമേന്റെ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കുഴഞ്ഞു വീണ ഒരാളെ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ? പ്രാഥമികമായിട്ട് അത് ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആൾക്ക് പൾസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ട സംഗതികൾ. അപ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻ്റ് താഴെ വീണ് കിടക്കുകയാണെങ്കിൽ അയാളെ എഴുന്നേപ്പിച്ചിരുത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ശ്വാസമുട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ശ്രമിക്കരുത്. ആളെ കിടത്തി തന്നെ കൊണ്ടാവുള്ളൂ. പൾസ് ഇല്ല എങ്കിൽ കാർഡിയക് മസാജ് ഉടനെ തന്നെ തുടങ്ങണം. പൾസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് സൗകര്യങ്ങളുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെ വേണം കൊണ്ടുപോകാനായിട്ട്, എത്രയും പെട്ടെന്ന് തന്നെ. പലപ്പോഴും ഈ കാർഡിയക് ആംബുലൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ആംബുലൻസ് എല്ലാം കാർഡിയക് ആംബുലൻസ് ആണ്. ഈ കാർഡിയക് ആംബുലൻസിനകത്ത് കാർഡിയക് ആംബുലൻസിൻ്റെ അകത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ICU ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് സ്റ്റാഫെല്ലാം ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം അവർക്കെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമെഡിക്സ് ആണ്. ഇങ്ങനെയുള്ള ICU ആംബുലൻസ് എല്ലാം ഉണ്ട്. ഉദാഹരണമായിട്ട് എറണാകുളത്ത് ഒരു ഫുട്ബോൾ മാച്ചിനിടയ്ക്ക് ഒരു ഫുട്ബോൾ കളിക്കാരന് എറണാകുളത്ത് സ്റ്റേഡിയത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ആ സ്റ്റേഡിയത്തിലേക്ക് അത്രയും ആളുകളുടെ മുൻപിൽ വെച്ചാണ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആൾ മരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനടുത്തുള്ള ആളുകൾക്ക് ഒരു കാർഡിയക് മസാജോ അല്ലെങ്കിൽ ആളെ രക്ഷപ്പെടുത്താനായിട്ടോ സാധിച്ചില്ല. അതിനുശേഷമാണ് ഗവൺമെൻറ് റൂൾ ഇറക്കിയത്, ഇതുപോലെയുള്ള എല്ലാ ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചും എല്ലാം നടക്കുമ്പോൾ ഒരു ആംബുലൻസും ഒരു മെഡിക്കൽ ടീമും ഈ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും വേണമെന്നുള്ള ഒരു നിയമം വന്നത് അതിനുശേഷം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം. അപ്പോൾ ഒരു 10-20 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇതിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം, കാർഡിയക് മസാജ് കൊടുക്കാന്നുള്ളത്. അതിപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഈ കാർഡിയക് മസാജ് എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട്. അപ്പോൾ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ആംബുലൻസിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ECG എന്താണെന്ന് അറിയാൻ പറ്റും. അവർക്ക് ഈ ഹാർട്ടിൻ്റെ റിതം തെറ്റാണെങ്കിൽ ഷോക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ അതിനകത്ത് തന്നെ വെച്ച് ECG എടുക്കാനായിട്ട് സാധിക്കും. IV ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും തൊട്ടടുത്തുള്ള സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലുമായിട്ട് അവർക്ക് സംസാരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഹോസ്പിറ്റൽ റെഡി ആയിരിക്കും ഇങ്ങനെയുള്ളൊരു വളരെ തീവ്രമായിട്ട് സിക്കായിട്ടുള്ളൊരു പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കാർഡിയക് ആംബുലൻസ് അവിടെ അടുത്തെത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന വരികയാണ്,
ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളൊരു സംശയം നമുക്ക്, ഞാൻ ഈ പറഞ്ഞ മുൻകൂട്ടിലെ രോഗലക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി വേണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ശരീരം പറ്റുന്നിടത്തോളം അധികം ആയാസം ഉണ്ടാകാണ്ടിരിക്കുക, വണ്ടി സ്വതമായിട്ട് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. ഡ്രൈവ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ല, പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നെഞ്ചുവേദന കൂടുതലായിട്ട് വരികയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ മരുന്ന് വെള്ളം കുടിച്ച് നോക്കി കുറവൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഈ സോർബിറ്റേറ്റ് പോലെയുള്ള ഗുളികൾ വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഈ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇപ്പൊ ആളുകൾ പറയും ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള നെഞ്ചുവേദനയൊക്കെ വരുന്നു എന്ന് ചിലർ സംശയം പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഹൃദയം എപ്പോഴും നമ്മളിങ്ങനെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടും ആരോഗ്യകരമായി ഇരിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ? നമ്മളൊരു ആരോഗ്യപരമായ ഒരു ജീവിതശൈലി തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാ കാര്യത്തിലും ഒരു മിതമായിട്ട് പോവുക, മിഡിൽ പാത്താണ് ഏറ്റവും നല്ലത്. എക്സസൈസ് ആണെങ്കിലും ആഘോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും സെലിബ്രേഷൻ ആണെങ്കിലും എല്ലാം ഒരു മീഡിയം സ്പീഡിൽ ചെയ്യുക. അപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ പെട്ടെന്നുള്ള ആക്സിഡൻറ്റും ഹാർട്ട് അറ്റാക്കും വന്ന ആളുകളുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ അറിയാം. എല്ലാം ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് പല സമയത്തും എല്ലാ സമയത്തും അല്ല, പല സമയത്തും പ്രശ്നങ്ങളുണ്ടാകുക. നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാരണം നമ്മൾ ഫുഡ് പോയിസണിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും വരാമെന്നുള്ളത്. ഈ ആഹാരത്തിൻ്റെ ഒരു നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല പലപ്പോഴും ഇത് ഉണ്ടാകുന്നത്, പല സമയത്തും. ഇപ്പോൾ നമുക്ക് അനാരോഗ്യകരമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് അല്ല, ശരിക്കും അത് ഫാസ്റ്റ് കിൽ റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര് പറയേണ്ടത്. എന്ന് പറഞ്ഞ പോലെ അനാരോഗ്യകരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രമേഹവും ഹൃദ്രോഗവും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിനകത്ത് നമ്മളെ എണ്ണയുടെ ഉപയോഗം, എണ്ണ വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന പ്രശ്നം നമുക്കിപ്പോൾ തന്നെ കേൾക്കുന്നുണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ പ്രശ്നങ്ങൾ, പാം ഓയിലിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ കേടായ എണ്ണകളോ എണ്ണ വീണ്ടും റീയൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡോക്ടർ, ഒരാൾക്ക് ഒന്നിലധികം തവണ ഈ ഹാർട്ട് അറ്റാക്ക് ഒരു ദിവസം തന്നെ ഒന്നിലധികം തവണ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ? ഒരു ദിവസമല്ല, ഒരാൾക്കൊരു ജീവിത കാലയളവിൽ പല പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വരാം. അതേസമയത്ത് ആദ്യം വരുന്ന ഹാർട്ട് അറ്റാക്ക് വളരെ മേജർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിനെ ആൾ സർവൈവ് ചെയ്ത് പോകണമെന്നില്ല. 100 പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതിനകത്ത് 13-14 പേരാണ് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ മരിക്കുന്നത്. ബാക്കി 75% പേരും രക്ഷപ്പെടും. പക്ഷേ ചികിത്സ കൊണ്ട് നമുക്കത് 4% കുറയ്ക്കാനായിട്ട് സാധിക്കും. ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ടൈമിൽ വരുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല, നമ്മൾ ഏറ്റവും 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പേശികൾക്ക് യാതൊരു ഡാമേജും ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ കേസിലും അല്ല, ഇത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളിൽ. ഇപ്പോൾ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നവർ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഹാർട്ട് അറ്റാക്കിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് ഹാർട്ടിന് എന്തുമാത്രം മസിൽസിന് കേട് വന്നിട്ടുണ്ടെന്നനുസരിച്ചിരിക്കും. ഉദാഹരണമായിട്ട് ഹാർട്ട് അറ്റാക്കിന് വളരെയധികം ഹാർട്ട് ഡാമേജ് ആയിപ്പോയി, ഹാർട്ടിൻ്റെ പമ്പിങ് പവർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50% മുകളിൽ വരണം. ചിലർക്കതൊരു 30% വരെ 25% വരെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കവരെ മരുന്ന് കൊണ്ട് വളരെ സ്ലോ ലൈഫ് ആയിട്ട് ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അവർക്ക് വലിയ ആയാസമുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട്, നടക്കാനായിട്ടോ സ്ട്രെച്ചിങ് എക്സസൈസ്, യോഗ എക്സസൈസ് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വളരെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കൊടുക്കാൻ ചെയ്യുന്ന പേഷ്യൻസിന് മിക്കവാറും ഇപ്പോൾ ഈ ഒരുപാട് ഹാർട്ടിൻ്റെ വീക്ക് ആണെങ്കിൽ പോലും ഹാർട്ടിനെ നമുക്ക് തിരിച്ച് പവർ ചെയ്ത് കൂട്ടിയെടുക്കാനുള്ള പുതിയ മെഡിസിൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, മാറ്റിവെക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേഷ്യൻസിന് ഇന്ന് മരുന്നുകൾ മാത്രം മതി. ഒരുപാടല്ല, ഒരു 80-90% പേഷ്യൻസിന് മരുന്നുകൾ മാത്രം മതി. അതുപോലെ തന്നെ ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്ന പല പേഷ്യൻസിന് നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. പക്ഷേ അത് ഈ മരുന്ന് മാത്രം പോരാ, മരുന്ന് മനസ്സും കൂടെ കൂടുമ്പോഴേ നമുക്ക് രോഗത്തെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. ഈ മൈനർ അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ചിലർക്ക് ലക്ഷണങ്ങൾ, മൈനർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വിധത്തിലൊരു വാർണിംഗ് സൈനാണ്. ശരിക്കും ചിലർക്ക് നെഞ്ചുവേദന ഇത് പറഞ്ഞ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുമ്പോൾ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രോപ്പണിനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ തകരാറ് വരും. നമ്മൾക്കിന്ന് പണ്ടൊക്കെ നമുക്ക് മേജർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. വളരെ മൈൽഡായിട്ട് അതിൻ്റെ ആ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
മിക്കവാറും ഹോസ്പിറ്റലിൽ പോകുന്ന പലർക്കും അറിയാം ഈ ട്രോപ്പണിൻ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചില സമയത്ത് 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ചിലർക്ക് റിപ്പീറ്റ് ചെയ്താലേ നമുക്കത് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഈ രോഗലക്ഷണം ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരുമോ? കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ ചിരിച്ചിരുന്നു കൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിക്കുക. ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രമേഹമുള്ള പേഷ്യൻസിന് ഒരു 50% പേർക്കും ഒരു ലക്ഷണവും ഇല്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രമേഹമുള്ള പേഷ്യൻസ് നമ്മൾ മുമ്പിലിരുന്ന് കുടുകുടാ വേർത്തോണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം കുടുകുടാൻ മുമ്പിൽ ഒരാളെന്ന് വേർക്കുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ അയാളുടെ ഷുഗർ താണു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടുണ്ട്. ഈ 2 രീതിയിലുള്ള കാരണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യാതൊരു നെഞ്ചുവേദനയില്ല, വേറെ യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലാണ്ട് വരാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു സൈലൻറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവണം നിർബന്ധമില്ല. ഇനി പ്രമേഹം ഇല്ലാത്തവരിൽ ഒരു 15% പേർക്കും പെയിൻ ഉണ്ടാവണമെന്നില്ല, അവർക്കും ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ECG എടുക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരിക്കലും സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ പല സമയത്ത് ഇങ്ങനെ പുറകോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് കഴിയുമ്പോൾ ശരിയാണ്, എനിക്ക് ഒരു ദിവസം രാത്രിയിൽ അങ്ങനെ ഒരു ഗ്യാസിൻ്റെ വിഷമം പോലെ ഉണ്ടായി, അന്ന് ഞാൻ പോയില്ല. ചിലപ്പോൾ വീട്ടുകാർ പറയുമ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെ വരാറുണ്ട്. പല സമയത്ത് പേഷ്യൻ്റ് മറന്നു പോകണതായിരിക്കും ചില സമയത്ത്. ഇതിപ്പം ഡോക്ടർ പറഞ്ഞില്ലേ അങ്ങനെ വന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇന്ന് നമുക്ക് പല സാങ്കേതിക വിദ്യകളും ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാനോ ചെക്കപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പല സമയത്ത് ഒരു പ്രാവശ്യം ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഒരു 5% അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം പേഷ്യൻസിന് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് തന്നെ. അവർക്ക് തന്നെ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ലാത്ത ഡയഗ്നോസിസും എല്ലാം ചിലപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും ഒരു 90% പേഷ്യൻസിന് അതുകൊണ്ട് ബെനിഫിറ്റേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഷുഗർ 300 ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള BP ഉള്ളവരെ കണ്ടുപിടിച്ചിട്ട് ഇതൊന്നും സിംറ്റം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ രോഗം തുടങ്ങി രോഗലക്ഷണങ്ങൾ തുടങ്ങുന്ന ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് രോഗത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ചെക്കപ്പ് വേണം. പക്ഷേ ഈ ചെക്കപ്പ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ചെറിയൊരു സംഗതി കണ്ട് പിന്നെ അതൊരു ബയോപ്സിയായി പിന്നെ അതൊരു ഓപ്പറേഷനായി ആ രീതിയിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു സംഗതി, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, പറ്റുമെങ്കിൽ ഒരു തേർഡ് ഒപ്പീനിയൻ എടുത്തിട്ടേ നമ്മൾ ഏതൊരു ചികിത്സയ്ക്കകത്തേക്ക് മുമ്പോട്ടേക്ക് പോകാറുള്ളൂ. ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഹൃദയത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും രക്ഷണം വേണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ എടുക്കുന്ന ECG എടുത്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് ഇപ്പോൾ ചില കമ്പനീസിൽ നിർബന്ധമാണ്, ചില കോളേജസിൽ നിർബന്ധമാണ്. അവർക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ തന്നെ അവർക്കൊരു ഹെൽത്ത് ചെക്കപ്പ് വേണം. ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരു 100 പേരെ ചെക്ക് ചെയ്യുമ്പോൾ 1-2 പേരെ കിട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമായിട്ട്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം നമ്മളൊരു 20-25 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ചെക്കപ്പ് വേണം. അത് തന്നെയുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെക്കപ്പ് എപ്പോഴും ഫുള്ളായിരിക്കണം. ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യരുത്. അതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം അബ്നോർമൽ ആണെങ്കിൽ നമ്മളത് ആ ടെസ്റ്റ് പിന്നെ നമ്മൾ മുമ്പോട്ടായിട്ട് പോകണം. അത് മാത്രം ടെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. കാരണം ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ലക്ഷണം വരുമ്പോഴാണ് പോയി അല്ലല്ല, ആദ്യത്തെ ചെക്കപ്പ് ഫുള്ളായിരിക്കണം. അപ്പോൾ അതിനകത്ത് യൂറിക് ആസിഡ് മാത്രമേ പ്രശ്നമുള്ളൂ. യൂറിക് ആസിഡ് മാത്രം ചെക്ക് ചെയ്താൽ മതി നമുക്കൊരു 1-2 വർഷം കൊണ്ട്. കാരണം ഇന്നത്തെ യൂറിക് ആസിഡ് നാളത്തെ കിഡ്നി സ്റ്റോൺ ആണ്. അപ്പോൾ നമ്മളത് ഒരു മാർക്ക് നമുക്കൊരു കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളത് സൂചന കിട്ടിയിട്ട് നമ്മളതിൽ വർക്ക് ചെയ്യേണ്ടിരുന്നെങ്കിൽ നാളെ നമ്മൾ കിഡ്നി സ്റ്റോൺ ആയിട്ട് പിന്നെ യൂറിൻ ഇൻഫെക്ഷനും കിഡ്നി ബ്ലോക്കും പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ പോകേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. നിർബന്ധമില്ല ഉണ്ടാവണമെന്ന്, പക്ഷേ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് അച്ഛന് വീട്ടിലൊരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് അറൗണ്ട് 30% ഉണ്ട്. 2 പേർക്കുണ്ടെങ്കിൽ 60% ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് 60% നമ്മൾ 15 വയസ്സിൽ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് 35 വയസ്സിൽ വരുന്ന പ്രമേഹം നമുക്കത് 55 വയസ്സിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതാണ് ഈ മെഡിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അത് ഉണ്ട്. വീട്ടിലുള്ള പല മെമ്പേഴ്സിനും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ളവർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പാരമ്പര്യമായിട്ടുള്ള ഹൃദ്രോഗം എന്നുള്ളത് നമുക്കറിയാവുന്ന പ്രാധാന്യം ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് ഈ അടുത്തിടെ നമ്മളത് മനസ്സിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു 50 വയസ്സിൽ വീട്ടിൽ അടുത്ത റിലേറ്റീവ്സിനൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. 2 പേർക്ക് ബൈപ്പാസ് കഴിഞ്ഞു, 3 പേർക്ക് ഇത് കഴിഞ്ഞു, ഒരാൾ മരിച്ചുപോയി.
ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് മുതൽ ഫുൾ ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചുള്ള പ്രിക്കോഷൻ എടുത്താൽ 30 വയസ്സ് തുടങ്ങി കഴിഞ്ഞാലേ 50 വയസ്സിൽ വരാൻ പോകുന്ന ആ ഹാർട്ട് അറ്റാക്ക് നമുക്കത് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഉണ്ട്, അതിനുള്ള മെഡിസിൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നൊരു സംഗതി, മരുന്ന് കൊണ്ട് മാത്രമാവില്ല, മരുന്ന് മനസ്സും കൂടെ വേണം. എന്നാലേ ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ.